അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് എളുപ്പത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരണം. അതുപോലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരണം. നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അമൽ, നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു അമൽ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കുക. അതുപോലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉന്നതമായ സ്ഥാനം കിട്ടലും, അതുപോലെ ഉയർച്ചകളിലെത്തലും. നമ്മൾ തൊടുന്നതിലൊക്കെ ഉയർച്ച കിട്ടാനും അതിനു വേണ്ടിയും 2 ദിക്ർ പറഞ്ഞു തരാം. ഈ ഒരു ദിക്റുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ദിക്ർ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ളതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തുറന്നു കാണിക്കുന്നതുമായ ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞും എഴുതിയും അവസാനിപ്പിക്കാൻ കഴിയാത്തതാണല്ലോ. പരിശുദ്ധ ആയത്തുൽ കുർസിയുടെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. മുത്തുനബി നമുക്ക് പാരായണം ചെയ്യാൻ പറഞ്ഞു തന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ഒരു ആയത്തും കൂടിയാണ് ആയത്തുൽ കുർസി. ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി അള്ളാഹുവിൻ്റെ 5 നാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയത്ത് കുർസിയിലുള്ള ഈ ഒരു 5 നാമങ്ങൾ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് പല ഉസ്താദുമാരും. ഈ ഒരു 5 നാമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവേണ്ടത്. ഈ ഒരു 5 നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ, അള്ളാഹുവിൻ്റെ പേര് നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ഒരുപാട് ഉയർച്ചകൾ കിട്ടും. നമ്മൾ എന്താണോ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരും. അതുപോലെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും, രോഗങ്ങളിൽ നിന്ന് ശിഫ തരും. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ താണു നിൽക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരില്ല. നമ്മളെ മറ്റുള്ള ആരും ഉപദ്രവിക്കില്ല. ഒരു ജീവികളിൽ നിന്നോ ഒരു മനുഷ്യരിൽ നിന്നോ നമുക്കൊരു ഉപദ്രവം ഏൽക്കില്ല. നമ്മൾ ആയത്ത് കുർസി പതിവാക്കണം. ആയത്ത് കുർസിയിലുള്ള ഈ ഒരു നാമങ്ങളും നമ്മൾ പതിവാക്കിയാൽ നമുക്ക് കഴിയുന്നത്ര എണ്ണം എത്രയാണോ നമുക്ക് ദിവസം ചൊല്ലാൻ കഴിയുക അത്രയും നമ്മൾ നേർച്ച വെച്ചിട്ട് ചൊല്ലുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറയുക. അള്ളാഹു ഉറപ്പായിട്ട് നമുക്ക് സാധിപ്പിച്ചു തരും. ആയത്ത് കുർസിയിലുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ 5 നാമങ്ങളിൽ പെട്ട 1ാമത്തെ നാമമാണ് യാ അള്ളാഹ്. യാ അള്ളാഹ് എന്ന ഈ ഒരു നാമം നമ്മൾ പതിവാക്കുക. 2ാമത്തെ നാമം യാ ഹൈ, 3ാമത്തേത് യാ ഖയ്യൂം. ഈ 3 നാമങ്ങൾ പതിവാക്കിയാൽ നാം ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളും നാം പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളും എല്ലാ ഉപദ്രവകാരികളിൽ നിന്നും രക്ഷയും ലഭിക്കുവാൻ യാ അലിയു, യാ അലീമു എന്നീ 2 നാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. നമുക്ക് ഉറപ്പായിട്ടും ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും. അതുപോലെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ നമ്മളിലേക്ക് വന്നു ചേരും. പരിശുദ്ധമായ ഈ 5 നാമങ്ങൾ അടങ്ങിയ ആയത്തുൽ കുർസിയിലൂടെ ജീവിക്കാനും മരിക്കാനും നാം ഏവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.